ആദ്യത്തെ 7 മിനിറ്റിൽ നമ്മൾ 2 ഗോളാണ് അടിച്ചത്. ആ 2 ഗോൾ അടിച്ചതിന് ശേഷം വീണ്ടും പിന്നെ നമ്മൾ ചുമ്മാ അങ്ങ് അറ്റാക്ക് ചെയ്യുക, ഭിന്നം അറ്റാക്ക്. ഈ ഓൾ ഔട്ട് അറ്റാക്കിന് പോകേണ്ട കാര്യം തന്നെയാണ്. 7 മിനിറ്റിൽ 2 ഗോൾ അടിച്ച ടീമിൻ്റെ ആവശ്യമെന്നാണ്. ഈ ലൂട്ടൺ ഒന്നാമത് അവർ ആദ്യത്തെ സെക്കൻഡ് മുതൽ ഇവർ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഗോൾ പോസ്റ്റിലോട്ട് ഉന്തിത്തള്ളി ഇവരിങ്ങനെ കയറി വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി നിൽക്കുന്ന ടീം, നമ്മൾ വിത്തൗട്ട് ദ ബോൾ നമ്മൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ് യുണൈറ്റഡ്. അപ്പം നമ്മുടെ സ്ട്രെങ്തിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ടീം കളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. 7 മിനിറ്റിൽ നമ്മൾ 2 ഗോളിന് മുന്നിലും എത്തുന്നു. അപ്പോൾ അങ്ങനത്തെ അത്രയും കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥിതിയിൽ ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് വെറുതെ ഒരു അൺകംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് യുണൈറ്റഡ് ഇനി ഓൾ ഔട്ട് അറ്റാക്ക് നടത്തി ആ ഒരു പൊസിഷനിൽ വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ ആ ഒരു സമയത്ത് കുറച്ച് കാം ഡൗൺ ചെയ്യണമായിരുന്നു. നമ്മൾ കുറച്ച് ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യണമായിരുന്നു. ആ ഒരു ഗെയിമിൻ്റെ ടെമ്പോ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യണമായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ഗെയിമിൻ്റെ ടെമ്പോ സ്ലോ ഡൗൺ ചെയ്യുന്ന പ്ലെയർ നമ്മുടെ ടീമിലില്ല, ആ ഒരു മിഡ്ഫീൽഡ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഗെയിം നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിംഗ് വൈസ് ലൂട്ടൺ ടൗണിനെ നമ്മുടെ ടീമിനെ നമ്മൾ കമ്പയർ ചെയ്തു. നമ്മുടെ ടീം എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ തന്നെ വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ കാശ് മുടക്കി അസംബിൾ ചെയ്ത ടീമുകളിലൊന്നാണ് യുണൈറ്റഡിൻ്റെ ടീം. പക്ഷേ ലൂട്ടൺ ടൗൺ എന്ന് പറയുന്ന ടീം പ്രീമിയർ ലീഗിൽ ഏറ്റവും കുറച്ച് തുച്ഛമായ കാശിന് അസംബിൾ ചെയ്തെടുത്ത ടീമാണ്. പക്ഷേ ഈ ഒരു ടെക്നിക്കൽ എബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ മാച്ച് ഓൺ ദ ഫീൽഡ് നോക്കിയാൽ നമ്മളെക്കാളും ബെറ്റർ ആയിരുന്നു ലൂട്ടൺ ടൗൺ. നമ്മുടെ പിള്ളേർ ഈ താഹിച്ചോങ് ആണെങ്കിലും അതുപോലെ തന്നെ ടെഡൻ മെങ്കി, ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ കടന്ന് വർക്ക് ചെയ്യുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. നമ്മുടെ ഭയങ്കര വമ്പൻ സ്റ്റാർസിനേക്കാളും നല്ല രീതിയിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ എന്തുമാത്രം പൊസഷനാണ് ചീപ്പായിട്ട് ലൂസ് ചെയ്യുന്നത്. ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സ്പേസസിലൊക്കെ ചുമ്മാ ചീപ്പറായിട്ട് പൊസിഷൻ ലൂസ് ചെയ്യുന്നു. അവരെ ട്രാൻസിഷൻസിൽ അവർക്ക് ഹിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു എൻഡ് ടു എൻഡ് ഫുട്ബോൾ, ഈ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കിയാൽ എൻഡ് ടു എൻഡ് ഫുട്ബോൾ 2 ഗോൾ നമ്മൾ അടിച്ചതിന് ശേഷം ഈ ഒരു എൻഡ് ടു എൻഡ് ഫുട്ബോൾ കളിക്കുന്നു, ചീപ്പായിട്ട് പൊസിഷൻ ലൂസ് ചെയ്യുന്നു. അവർ ട്രാൻസിഷനിൽ നമ്മളെ ഹിറ്റ് ചെയ്യുന്നു. ഗോൾ അടിക്കാനുള്ള ചുമ്മാ അടിക്കടാ മക്കളെ എന്നുള്ള രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക ചാൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോളൊക്കെ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒനാന മറ്റേ ജയനെ പോലെ കൈയും പിരിച്ച് ഓടി വന്നു, ചാടി ഇറങ്ങി വന്നു, ഗോളും മേടിച്ചു. വെറുതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മച്ചുവറായിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് കളിച്ചിരുന്നെങ്കിൽ ആ ഒരു ഗോളൊന്നും കൺസീഡ് ആകത്തില്ലായിരുന്നു. ശരിക്കും ഇന്നത്തെ മാച്ച് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ലൂക്ക് ഷോ പരുക്കായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ലിൻഡലോഫ് പകരവും വന്നു. പിന്നെ കസമീറോയുടെ കാര്യം നോക്കിയാൽ കസമീറോ കാർഡ് മേടിച്ച് കൂട്ടുന്നു. ലൂക്ക് ഷോ ആ ഒരു മാച്ച് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മിനിറ്റ് മുതൽ നമ്മൾ നോക്കി ലൂക്ക് ഷോയെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ലൂക്ക് ഷോ ഫിറ്ററല്ല. ലൂക്ക് ഷോ പലപ്പോഴും ലൂക്ക് ഷോയെ ടേക്ക് ഓൺ ചെയ്യുമ്പം പെട്ടെന്ന് ഫൗൾ ചെയ്യാൻ വേണ്ടിയാണ് ലൂക്ക് ഷോ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം ടേക്ക് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓടിപ്പിടിക്കാനുള്ള ആ ഒരു ഫിറ്റ്നസ് ശരിക്കും പറഞ്ഞാൽ ലൂക്ക് ഷോയ്ക്ക് ഇല്ല. അത് ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഭയങ്കരമായിട്ട് നമുക്ക് ലൂക്ക് ഷോയെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ലൂക്ക് ഷോയെ പിടിച്ച് കളിപ്പിച്ച് വീണ്ടും ആ ഒരു പ്ലെയറിന് ഇഞ്ചോർഡായി. ഇനി എത്ര ദിവസം പുള്ളി പുറത്തിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും മാർട്ടിനസ് ലൂക്ക് ഷോ ഒക്കെ പുറത്ത് പിന്നെ പോകുന്നു. നമ്മുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പ്ലെയേഴ്സ് ഇങ്ങനെ പുറത്ത് പോകുന്നത് എനിക്ക് ആകെപ്പാടെ ആ ഒരു ടീമിൽ മര്യാദയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്ന പ്ലെയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് കോബി മേനു, പിന്നെ ഡിയേഗോ ഡലോ. ഈ 2 പ്ലെയേഴ്സ് അല്ലാതെ ഒരു മനുഷ്യന് ഒരു പ്രോപ്പറായിട്ട് ബോൾ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ പൊസഷൻ കീപ്പ് ചെയ്യാനോ അറിയാവുന്ന പ്ലെയേഴ്സ് ആരും അവിടെ ഇല്ല. സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസമീറോയ്ക്ക് ആ ഒരു യെല്ലോ കിട്ടിയോണ്ടായിരിക്കണം കസമീറോയെ മാറ്റി മക്ടോമിനെ കൊണ്ടുവരുന്നത്. പക്ഷെ മക്ടോമിനെ ആ ഒരു പൊസിഷനിൽ കൊണ്ടുവരുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. മക്ടോമിനയുടെ പൊസിഷൻ അല്ല അത്. മക്ടോമിനെ ഒരു രീതിയിലും ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഗെയിമിനെ ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. മക്ടോമിനയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പർ 10 റോള് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്നൊക്കെ ഉള്ള രീതിയിൽ ആ ഒരു പൊസിഷൻ അവിടെ മാത്രമേ മക്ടോമിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. മക്ടോമിനയ്ക്ക് അത് നമ്മൾ ഗെയിം ചേസ് ചെയ്യുന്ന സമയങ്ങളിൽ വേണം മക്ടോമിനെ സബ്ബായിട്ട് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ആ രീതിയിലൊരു ഡിഫറൻസ് മേക്കർ എന്നുള്ള രീതിയിൽ മക്ടോമിനെ യൂസ് ചെയ്യാം. അല്ലാതെ ഈ ഒരു നമ്പർ 8 റോളിലൊന്നും അല്ലെങ്കിൽ നമ്പർ 6 റോളിലൊന്നും മക്ടോമിനെ നോ. പക്ഷേ സെക്കൻഡ് ഹാഫ് നമ്മൾ കുറച്ചുകൂടെ ഗെയിമിൻ്റെ ടെമ്പോ ഒക്കെ കൺട്രോൾ ചെയ്തു. പക്ഷേ പൊസഷൻ കീപ്പ് ചെയ്യുന്നില്ലല്ലോ, പൊസഷൻ ചീപ്പായിട്ട് ലൂസ് ചെയ്യുകയല്ലേ. എന്നിട്ട് അവർക്ക് ഇഷ്ടം പോലെ ചാൻസസ് അങ്ങോട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഇഷ്ടം പോലെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് 1v1 ഗോൾ കീപ്പറുമായിട്ട് ബ്രൂണോയ്ക്കും ഗർണാച്ചോയ്ക്കും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മാരെന്നാ കാണിക്കുന്നത്? ഇമ്മാർക്ക് സ്കോർ ചെയ്യേണ്ട. അമ്മാർ ആ ഒരു ഫൈനൽ തേർഡിൽ എത്തുമ്പോഴത്തേനും അമ്മാർക്ക് വിറയലാണ്. ശരിക്കും പറഞ്ഞൊരു 3-4 ഗോളെങ്കിലും സെക്കൻഡ് ഹാഫിൽ നമ്മൾ ടോട്ടലി അറ്റ്ലീസ്റ്റ് 4 അല്ലെങ്കിൽ 5 ഗോൾ നമ്മൾ അടിക്കേണ്ട അന്നത്തെ മാച്ചിൽ.
സെക്കൻഡ് ഹാഫിൽ ഫുട്ബോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിപ്പിക്കുമായിരുന്നു നമ്മൾ. ആ രീതിയിലുള്ള ഫുട്ബോളാണ് സെക്കൻഡ് ഹാഫിൽ കളിച്ചത്. പണി അറിയാവുന്ന ആൾക്കാരൊക്കെ വന്ന് മാന്യമര്യാദയ്ക്ക് റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്തിയാൽ ഗെയിം അല്ലെങ്കിൽ ഈ ഒരു ടീമിന് എന്തെങ്കിലുമൊക്കെ ഓൺ ദ പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഫുട്ബോളൊക്കെ കാണേണ്ടി വരും. നമ്മൾ ഇന്ന് ലൂട്ടൺ ടൗൺ എന്ന് പറയുന്ന ടീം അത്രയ്ക്ക് മോശമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാച്ച് ഇന്ന് ജയിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും മാച്ച് ജയിച്ചു. ഞാൻ ഉള്ള പോസിറ്റിവിറ്റി ഒന്നും കളയുന്നില്ല. കുറേ നാളൊക്കെ പറഞ്ഞു, ശരിയാണ്, പോസിറ്റിവിറ്റി കളയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടോപ്പ് 4 സ്റ്റിൽ ആ ഒരു ടോപ്പ് 4ൻ്റെ ചേസിലാണ്. ടോട്ടനാം പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടനാമും നമ്മളും തമ്മിൽ 3 പോയിൻറ്റിൻ്റെ, അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയായിട്ട് 5 പോയിൻറ്റിൻ്റെ ഒക്കെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഈ ടോട്ടനാമും ആസ്റ്റൺ വില്ലയും ഇവർ തമ്മിൽ 1-2 അടുത്ത എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മാച്ച് ഇവരുടെ തന്നെ ഈ ഒരു ആസ്റ്റൺ വില്ലയുടെയും ടോട്ടനാമിൻ്റെ രണ്ടാമത്തെ മാച്ച് ഇവർ തമ്മിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവരെന്താണെങ്കിലും പോയിൻ്റ് അവിടെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഇവർക്ക് മാൻ സിറ്റി, ലിവർപൂൾ, ആർസണൽ അങ്ങനത്തെ ടീമുമായിട്ട് 2 ടീമുകൾക്കും ടോട്ടനാമിനും ഈ ഒരു എന്താ പറയുന്നത് ആസ്റ്റൺ വില്ലയ്ക്കും ഒക്കെ കളിക്കാനുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമ്മുടെ മാച്ച് ജയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും ടോപ്പ് 4 നമുക്ക് എത്താം. പക്ഷേ ഈ ഇഞ്ചുറീസ് നമ്മുടെ വലിയൊരു പ്രശ്നമാണ്. എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോയെ പറ്റിയും മാച്ചിനെ പറ്റിയൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് ഇടാൻ. മറ്റൊരു നല്ല വീഡിയോ ഇടാം. ഗ്ലോറി. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി. റാസ്മസ് ഹോയിലൻഡ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6ാമത്തെ മാച്ചിൽ പുള്ളി സ്കോർ ചെയ്തു. അങ്ങനെ പ്രീമിയർ ലീഗിൽ കണ്ടിന്യൂസ് 6 മത്സരത്തിൽ സ്കോർ ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യനായി മാറി റാസ്മസ് ഹോയിലൻഡ്. ശരിക്കും ഒത്തിരി ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ആ ഒരു പ്ലെയർ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നത് കാണുമ്പം ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അതും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഞാൻ വീഡിയോ നിർത്തുകയാണ്.